സംസ്ഥാനത്തെ പുരപ്പുറ സോളാർ പദ്ധതി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാൻ KEC തയ്യാറെടുക്കുന്നു. റിന്യൂവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് റെഗുലേഷൻസിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് KECയുടെ നീക്കം. നെറ്റ് മീറ്റർ സംവിധാനം മാറ്റാനാണ് KEC ആലോചിക്കുന്നത്. പകരം ഉപഭോക്താക്കളിൽ നിന്ന് അമിത തുക ഈടാക്കാൻ വഴിയൊരുക്കുന്ന ഗ്രോസ് മീറ്റർ സംവിധാനം നടപ്പാക്കാനാണ് KEC ലക്ഷ്യമിടുന്നത്. നെറ്റ് മീറ്ററിന് വ്യാപക കംപ്ലൈന്റ് ഉണ്ടെന്ന് കൂടി വരുത്തി തീർത്താൽ ഗ്രോസ് മീറ്ററിലേക്കുള്ള മാറ്റം വലിയ പ്രതിഷേധങ്ങളില്ലാതെ മറികടക്കാൻ സാധിക്കും. ഗ്രിഡിൽ നിന്ന് രാത്രികാലത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് പകൽ സമയം സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് കിഴിച്ച് ശേഷിക്കുന്ന വൈദ്യുതിക്ക് മാത്രം പണം നൽകുന്ന സംവിധാനമാണ് നെറ്റ് മീറ്റർ. സോളാർ ഉപഭോക്താക്കൾക്ക് ഗുണകരവുമാണ്. പകരം ഗ്രോസ് മീറ്ററിലേക്ക് മാറുന്നതോടെ ഗ്രിഡിൽ നിന്ന് രാത്രികാലത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അമിത നിരക്ക് നൽകേണ്ടി വരും. ഗ്രിഡിലേക്ക് നൽകുന്ന സോളാറിന് താരതമ്യേന നിസാര വിലയെ കിട്ടുകയുള്ളൂ. അതോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ലാഭം ഇല്ലാതാകും. കൂടുതൽ പേർ സോളാറിലേക്ക് മാറുന്നതും അവസാനിക്കും. മാറ്റം നടപ്പാക്കാൻ പുതിയ റെഗുലേഷൻസ് നിലവിൽ വരുന്നതോടെ 3 കിലോവാട്ടിൽ കൂടുതൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നെറ്റ് മീറ്റർ ഉപയോഗിക്കാനാവില്ല. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിച്ചു വെക്കാൻ പണം മുടക്കി ബാറ്ററി വാങ്ങിവെച്ചാൽ 5 കിലോവാട്ട് വരെ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും നെറ്റ് മീറ്റർ വെക്കാം. പകൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന സോളാർ വൈദ്യുതിയുടെ 66% മാത്രമേ വൈകിട്ട് 6 മുതൽ രാത്രി 11:30 വരെയുള്ള സമയത്ത് ഗ്രിഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ എന്ന പുതിയ വ്യവസ്ഥയും നടപ്പിലാക്കും. ഇത് പരിഹരിക്കാൻ സോളാർ പ്ലാന്റിനൊപ്പം ബാറ്ററിയും സ്ഥാപിക്കണമെന്നതാണ് നിർദ്ദേശം. ഇതിന് ചെലവ് കൂടുതലാണ്. നിക്ഷിപ്ത താല്പര്യങ്ങൾ മുൻനിർത്തി സോളാർ പദ്ധതികളെ തളർത്താനാണ് KECയുടെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് ആക്ഷേപം.